ബിഗ് ബോസ് മലയാളത്തിലെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എത്തിയിട്ടുള്ള ഒരു ലെസ്ബിയൻ കപ്പിളാണ് ആദിലയും നൂറയും. വേറെ ഏതെങ്കിലും ഹിന്ദിയിലോ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചില ന്യൂസ് റിപ്പോർട്ട്സിലും കണ്ടതിൽ ആദിലയും നൂറയും ഫസ്റ്റ് ലെസ്ബിയൻ കപ്പിളാണ് ഇന്ത്യയിൽ എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും മലയാളം ബിഗ് ബോസിൽ ആദ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് പേര് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്ന സമയത്ത് അവരെ കുറിച്ച് ഒന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവരെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ഞാൻ അനീഷിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. അവരെ കുറിച്ച് അറിയണം, എന്താണ് അവര്, എങ്ങനെയാണ് അവരുടെ ലൈഫ്. അതിന് അവരുമായിട്ട് അടുത്ത് സംസാരിച്ച് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം അവരോടത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ. എല്ലായിടത്തും കയറിയിട്ട് ഡയലോഗ് അടിക്കരുത്. നമ്മൾ എത്ര വലിയ ഗെയിം ആണെന്നൊക്കെ പറഞ്ഞാലും ഇന്ന് നോറ അനീഷിനോട് ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ചേട്ടാ നമ്മുടെ ലൈഫ് വെച്ച് ഗെയിം കളിക്കരുത്, ചേട്ടൻ ഗെയിം കളിച്ചോ, നമ്മുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഗെയിം കളിക്കരുത് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അത് വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇവരെ ഒന്നും ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുമല്ലോ, യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കുറെ ഇവരുടെയൊക്കെ തന്നെ വീഡിയോസ് കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ. നോക്കൂ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ പാരന്റ്സ് ആയിരിക്കും. ഒരു ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ഒന്നും തള്ളി പറയില്ല, ഒരു ശതമാനമെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതം ഓരോരുത്തരും അനുഭവിച്ചത് അത് അവരുടെ മാത്രമാണ്. മാറി ഇരുന്നുകൊണ്ട് ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ആരുടെ അടുത്തുനിന്നൊക്കെ അനുഭവിച്ചു എന്നുള്ളത് എനിക്കേ അറിയാവൂ. അത് എന്നെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് എത്രത്തോളം സങ്കടം തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാവൂ. ദൂരെ നിന്ന് ഡയലോഗ് അടിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? പറ്റില്ല. എന്റെ അടുത്ത് നീ അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, നീ ഇങ്ങനെ ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ അങ്ങ് പറയാം. അനുഭവിച്ച് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെയും അനുഭവങ്ങളും പ്രശ്നങ്ങളും അത് അവരവരുടേത് മാത്രമാണ്. അവരെ നന്നായി മനസ്സിലാക്കാതെ എങ്ങനെയാണ് നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുക? ആദിലയുടെയും നൂറയുടെയും പാരന്റ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനീഷ് ഇടപെട്ടതും അഭിപ്രായം പറഞ്ഞതും തികച്ചും അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ ചോദിച്ചതുപോലെ ഇപ്പൊ അനീഷിന്റെ പേഴ്സണൽ ലൈഫ് എന്താണ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം, ആ വിഷയം മനസ്സിലാക്കാതെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീയുമായിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചൂടെ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, അവര് പറയുന്നതൊക്കെ നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യൂ. അവരൊരു സ്ത്രീയല്ലേ, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള പെൺകുട്ടികളെല്ലാം കൂടെ അനീഷിന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണെങ്കിൽ അനീഷ് ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യാന്ന് നമുക്കിപ്പോ ഊഹിക്കാൻ പറ്റും. അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ, അതും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അത് അവരെന്താണെന്ന് ഷെയർ ചെയ്യാത്തിടത്തോളം, അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാത്തിടത്തോളം അവിടെ പോയിട്ട് ഡയലോഗ് അടിക്കുന്നത് അതൊരു ഗെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും വെറും ഉളത്തരമാണ്. ഈ ഒരു കാര്യത്തിൽ അനീഷ് ഒരു ജാഗ്രത പുലർത്തണം. ബിഗ് ബോസ് എന്ന് പറയുന്നത് 100 ദിവസം